ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 8-ലെ ഭാരത് കി ഖോജ് എന്ന പാഠ്യപുസ്തകത്തിലെ തലാഷ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ അദ്ദേഹം അഹമ്മദ് നഗർ കിലയിൽ നിന്ന് പുസ്തകം എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ തലാഷ് എന്ന അധ്യായമാണ്. തലാഷ് എന്ന് പറഞ്ഞാൽ തിരച്ചിൽ. ഭാരത് കെ അതീത് കി ഝാങ്കി എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് ഒരു നോട്ടം, അതായത് ഭാരതത്തിൻ്റെ ഭൂതകാലത്തെ പറ്റി അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് എത്ര അറിവുണ്ടോ അതിനെപ്പറ്റി അദ്ദേഹം എഴുതുകയാണ്. ബീത്തെ ഹുവെ സാലോ മേ മേരെ മൻ മേ ഭാരത് ഹി ഭാരത് രഹാ. ഇത്രയും കാലം അദ്ദേഹം എന്താണ്, മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അവരോടൊപ്പം അദ്ദേഹം എന്താണ്, അതിനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട്. അപ്പോൾ ഇത്രയും കാലമായിട്ട്, അത് ഈ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ബീത്തെ ഹുവെ സാലോ മേ എൻ്റെ മനസ്സിൽ മേരെ മൻ മേ ഭാരത് ഹി ഭാരത്, ഭാരതത്തിനെ പറ്റി മാത്രമേ എൻ്റെ മനസ്സിൽ ചിന്ത ഉണ്ടായിട്ടുള്ളൂ ഇത്രയും കാലം. കാരണം സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടത്തിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇസ് बीच मैं बराबर उसे समझने और उसके प्रति अपनी प्रतिक्रियाओं का विश्लेषण करने की कोशिश करता रहा हूँ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എല്ലാ സമയത്തും എന്താണ്, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതായത് ഭാരതത്തെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നു. അത് ചിന്തിച്ച് അതിൻ്റെ ക്രിയകളും പിന്നെ പ്രതിക്രിയകളും ഉണ്ടാവും. അതായത് അതിൻ്റെ റിയാക്ഷൻസ്, ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് വിശ്ലേഷൺ കർണേക്ക് കോശിഷ് കർത്താറാവും. വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കി എടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും അതിനെപ്പറ്റി മനസ്സിലാക്കിയെടുക്കാൻ, അതായത് ഭാരതത്തിനെ പറ്റി ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ശരിയാണോ, എത്രത്തോളം ശരിയാണ്, അതിനെപ്പറ്റി കൂടുതൽ അറിയാനുണ്ടോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്ലേഷൺ കർത്തേ ആ രഹേ ഹൈ, കർണേക്ക് കോശിഷ് കർത്താറാവും. അതിന് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैंने बचपन की ओर लौट कर याद करने की कोशिश की कि मैं तब कैसा महसूस करता था. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. ബുക്ക് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. തൻ്റെ കുട്ടിക്കാലത്തേക്ക് അദ്ദേഹം തിരിച്ചു പോയിട്ട് മടങ്ങി പോവുകയാണെങ്കിൽ ബച്പൻ കി ഓർ ലോട്ട് കർ യാദ് കർണേക്ക് കോശിഷ് കി, ഓർമ്മിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. कि मैं तब कैसा महसूस करता था, ആ സമയത്ത് എനിക്ക് എങ്ങനെയായിരുന്നു, എന്താണ് ഭാരതത്തെ പറ്റി ഞാൻ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്, എങ്ങനെയായിരുന്നു ഞാൻ ഭാരതത്തെ മനസ്സിലാക്കിയത്. मेरे मन में इस अवधारणा ने कैसा धुंधला रूप ले लिया था और मेरे ताज़ा अनुभव ने उसे कैसे संवारा था. അപ്പോൾ ആ കുട്ടിക്കാലത്തെപ്പറ്റി ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കുട്ടിക്കാലത്തെപ്പറ്റി അത്ര ക്ലിയർ ആയിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാകണം എന്നില്ല. ചെറിയൊരു ഓർമ്മകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയുള്ള ആ ഓർമ്മകൾ, അതായത് ധുന്ധ്ലാ റൂപ്പ്, അതിനെപ്പറ്റി അത്ര അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല. എങ്കിൽ പോലും എന്താണ് ആ ധാരണ മേരെ മൻമേ ഇസ് അവധാരണനെ കേസാ ധുന്ധ്ലാ റൂപ്പ് ലേ ലിയാ ഥാ, ആ ധാരണ, ഭാരതത്തെ പറ്റിയുള്ള ആ അറിവ് എത്രത്തോളം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, അത്ര ക്ലിയർ അല്ല. എന്നിട്ട് ആ അറിയുന്ന, അതായത് ആ സമയത്തുള്ള ആ അറിവ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, താജ അനുഭവം എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പുതുതായിട്ട് അനുഭവിക്കാൻ, അല്ലെങ്കിൽ പുതുതായിട്ട് ഭാരതത്തെ പറ്റി അദ്ദേഹം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പുതുതായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവമായിട്ട് വരുന്നത്, അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, അതൊക്കെയാണ് ഇനി അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് मैंने बचपन की ओर लौट कर याद करने की कोशिश की कि मैं तब कैसा महसूस करता था, मेरे मन में इस अवधारणा ने कैसा धुंधला रूप ले लिया था और मेरे ताज़ा अनुभव ने उसे कैसे संवारा था. പണ്ടത്തെ കുട്ടിക്കാലത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു ഭാരതത്തെ പറ്റി ചിന്തിച്ചിരുന്നത്, അതും പിന്നെ ആ പണ്ടത്തെ അനുഭവങ്ങളും പിന്നെ ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഞാൻ അതിന് വരുത്തിയ മാറ്റങ്ങളും, അതിനെ എങ്ങനെയൊക്കെയാണ് ഞാൻ മാറ്റങ്ങൾ, ആ ചിന്താഗതിയും എല്ലാം ഞാൻ മാറ്റിയിരിക്കുന്നതും എന്നൊക്കെ പറ്റിയാണ് അദ്ദേഹം ചിന്തിച്ചിരിക്കുന്നത്. അത് അദ്ദേഹം ആലോചിച്ച് പിറകിലോട്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പറ്റിയും ഇപ്പോഴത്തെ കാലത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുകയാണ്. അതായത് ഒരു ക്രിട്ടിക്കായിട്ടും അങ്ങനെ ആലോചകനായിട്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. आखिर यह भारत है क्या, अतीत में यह किस विशेषता का प्रतिनिधित्व करता था, उसने अपनी प्राचीन शक्ति को कैसे खो दिया, क्या उसने इस शक्ति को पूरी तरह खो दिया है. विशाल जनसंख्या का बसेरा होने के अलावा क्या आज उसके पास ऐसा कुछ बचा है जिसे जानदार कहा जा सके. आधुनिक विश्व से उसका तालमेल किस रूप में बैठता है.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന കുറേ ചോദ്യങ്ങളാണിത്. ആഖിർ യ ഭാരത് ഹേ ക്യാ, ഈ ഭാരതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ അറിയണം ആ കാര്യത്തെപ്പറ്റി, അതിനെ പറ്റിയുള്ള ശരിയായിട്ടുള്ള ഞങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഞങ്ങൾക്ക് അറിവ് വേണം അല്ലേ. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയാണ് ആഖിർ യ ഭാരത് ഹേ ക്യാ, ഈ ഭാരതം എന്താണ്, अतीत में यह किस विशेषता का പ്രതിനിധിത്വ करता था. പണ്ട് കാലത്ത്, അതായത് ഭൂതകാലത്ത് ഇത് എന്തിനെയാണ് പ്രതിനിധീകരിച്ചത്, ഈ ഭാരതം പ്രതിനിധീകരിച്ചത്, അതായത് ഇപ്പോൾ ഐക്യഭാവം അല്ലേ, ഭാരതത്തിൽ ഐക്യത്തെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്, അതായത് ഐക്യമാണ് ഇവിടുത്തെ വിശേഷത. അപ്പോൾ അതിനെയാണോ പ്രതിനിധിത്വം ചെയ്തത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഉസ്നെ അപ്നി പ്രാചീൻ ശക്തിക്കോ കേസെ ഖോ ദിയ, ആ ഒരു ശക്തി, ഞങ്ങളുടെ ആ ഐക്യബലം അത് ഭാരതം എങ്ങനെ നഷ്ടപ്പെടുത്തിയോ. ക്യാ ഉസ്നെ ഇസ് ശക്തിക്കോ പൂരി തര ഖോ ദിയ ഹെ, മുഴുവനായിട്ടും അത് പോയോ, ആ ശക്തി പോയോ. കാരണം അദ്ദേഹം എന്താണ് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്, അദ്ദേഹം 1944 ഈ പുസ്തകം എഴുതുന്നത്. ആ സമയത്തും ആ ഒരു ഐക്യഭാവം ആളുകളുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് അവിടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ കാരണം ആ ഐക്യത്തിൻ്റെ ആ ബോധം എല്ലാവരിലും ഉണ്ട്, ചെറുതായിട്ടെങ്കിലും ഉണ്ട്. ക്യാ ഉസ്നെ ഈ ശക്തിക്കോ പൂരി തര ഖോ ദിയ, മുഴുവനായിട്ടും അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ ഐക്യഭാവം. विशाल जनसंख्या का बसेरा होने के अलावा क्या आज उसके पास ऐसा कुछ बचा है जिसे जानदार कहा जा सके. ഈ ജനസംഖ്യ അല്ലാതെ, അതും വിശാലമായ ജനസംഖ്യ, ജനങ്ങളുടെ ആ നമ്പേഴ്സ് അല്ലേ, അത്രയ്ക്ക് ആളുകളാണ് ഈ ഭാരതത്തിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വെറും ജനസംഖ്യയിൽ ഒതുങ്ങുകയാണോ. ബസേര ഹോനെക്ക് അലാവ ക്യാ ആജ് ഉസ്കെ പാസ് ऐसा कुछ बचा है जिसे जानदाർ कहा जा सके. അതല്ലാതെ, ജനസംഖ്യ എന്നത് അല്ലാതെ ജാൻദാർ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല ശക്തി ഉളവാക്കുന്ന ടൈപ്പ് എന്തെങ്കിലും ബാക്കിയുണ്ടോ. കുച്ച് ബച്ചാ ഹെ. ആധുനിക് വിശ്വ സെ ഉസ്കാ താൽമേൽ കിസ് റൂപ് മേ ബൈഠ്താ ഹെ. ആധുനിക് വിശ്വ എന്ന് അവിടെ പറയാൻ കാരണം അത് അദ്ദേഹം ആ സമയത്തിൻ്റെ കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്, അതായത് ഇപ്പോഴത്തെ കാലത്തെ പറ്റിയല്ല, അദ്ദേഹം എഴുതുന്ന സമയത്തെ പറ്റിയാണ് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ആ സമയവുമായിട്ടുള്ള കമ്പാരിസനാണ് നടക്കുന്നത്. അതായത് 1944 അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആധുനിക് വിശ്വം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ആ കാലത്തെ ആധുനിക് വിശ്വസെ ഉസ്കാ താൽമേൽ കിസ് റൂപ് മേ ബൈഠ്താ. ഈ ഭാരതവും മറ്റ് രാജ്യങ്ങളുമായിട്ട് എങ്ങനെയാണ് അവരുടെ ആ കോർഡിനേഷൻ, താൽമേൽ, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, ഭാരതവും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ. താൽമേൽ കിസ് റൂപ് മേ ബൈഠ്താ, എങ്ങനെയാണ് ഉള്ളത് ഭാരതത്തിൻ്റെ സ്ഥിതി, അല്ലെങ്കിൽ വികസനത്തിനായിട്ടുള്ള ഭാരതത്തിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയുള്ളതാണ് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് ആ പുസ്തകം എഴുതുന്നതിന് മുമ്പ്. भारत मेरे खून में रचा बसा था, इसके बावजूद मैंने उसे एक बाहरी आलोचक की नज़र से देखना शुरू किया. ऐसा आलोचक जो वर्तमान के साथ साथ अतीत के बहुत से अवशेषों को, जिन्हें उसने देखा था, नापसंद करता था. एक हद तक मैं उस तक पश्चिम के रास्ते से होकर पहुंचा था. मैंने उसे उसी भाव से देखा जैसे संभवतः किसी पश्चिमी मित्र ने देखा होता. मेरे भीतर शंकाएं सिर उठा रही थीं. क्या मैंने भारत को जान लिया था. मैं जो उसके अतीत की विरासत के बड़े हिस्से को खारिज करने का साहस कर रहा था. लेकिन अगर भारत के पास वह कुछ नहीं होता जो बहुत जीवंत और टिकाऊ रहा है, वह बहुत कुछ जो सार्थक है, तो भारत का वजूद उस रूप में नहीं होता जैसा आज है, और वह हजारों वर्ष तक अपने सभ्य अस्तित्व की पहचान इस रूप में कदापि बनाए नहीं रख सकता था. वह विशेष तत्व आखिर क्या था. ഭാരത് മേരെ ഖൂൻ മേ രച്ചാ ബസാ ഥ. അദ്ദേഹം പറയുകയാണ്, ഭാരതം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്, അതായത് ആ രാജ്യസ്നേഹം എൻ്റെ രക്തത്തിലുണ്ട്. इसके बावजूद मैंने उसे एक बाहरी आलोचक की नज़र से देखना शुरू किया. ഞാൻ എൻ്റെ രക്തത്തിൽ ഇങ്ങനെ ഭാരതം അലിഞ്ഞു ചേർന്നിരിക്കുകയാണെങ്കിൽ പോലും ഞാനൊരു ആലോചകനെ പോലെ, ബാവജൂദ്, ഇസ്കെ ബാവജൂദ്, അത് അല്ലാതെ തന്നെ ഞാൻ എന്താണ്, ബാഹരി ആലോചക് നസർ സെ ദേഖ്ന ശുരു കിയ. ബാഹരി ആലോചക് എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു ക്രിട്ടിക് എന്ന രീതിയിൽ ഞാൻ ഭാരതത്തിനെ പറ്റി ആലോചിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. നസർ സെ ദേഖ്ന ശുരു കിയ. ഒരു പുറത്തെ ഒരു ക്രിട്ടിക് എങ്ങനെയാണോ ഭാരതത്തെ നോക്കി കാണുന്നത്, നോക്കി പഠിക്കുന്നത് ഭാരതത്തെ പറ്റി, അതുപോലെ തന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി. ऐसा आलोचक जो वर्तमान के साथ साथ अतीत के बहुत से अवशेषों को, जिन्हें उसने देखा था, नापसंद करता था.
ऐसा ആലോചക് എങ്ങനത്തെ ക്രിട്ടിക്കായിട്ടാണ് ഞാൻ പെരുമാറിയിരിക്കുന്നത്, ഞാൻ പെരുമാറുന്നത് ജോ വർത്തമാൻ കെ സാത്ത് സാത്ത്, ഈ വർത്തമാനകാലം, അതായത് അദ്ദേഹം ഇപ്പോൾ എഴുതാൻ അതായത് 1944, അപ്പോൾ ആ സമയവും വർത്തമാൻ കെ സാത്ത് സാത്ത് അതീത് കെ ബഹുത് സെ അവശേഷവും, പണ്ടത്തെ കുറേ എന്താണ് അവശേഷങ്ങൾ, പണ്ടത്തെ കുറേ എന്താണ് ബാക്കി വന്ന കാര്യങ്ങൾ, അവശേഷവും ജിനെ ഉസ്നെ ദേഖാത്ത, അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം കണ്ടിട്ടുമുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം, പണ്ടത്തെ കുറേ അവശേഷങ്ങൾ, പണ്ടത്തെ കാര്യങ്ങളും അദ്ദേഹത്തിന് കുറേയൊക്കെ അറിവുണ്ട്. അപ്പം നാപസന്ത് കർത്താത്ത, അതും അദ്ദേഹത്തിന് ആ സമയത്ത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണമായിരിക്കാം. കാരണം ഞങ്ങൾ ആ സമയത്ത് അടിമകളെ പോലെയാണ് ഭാരതീയർ ജീവിച്ചത്. അപ്പോൾ അതൊക്കെ ആയിരിക്കാം, അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം എന്താണ് ചിന്തിക്കുന്ന ഒരു ആലോചകനായിട്ട് മാറുകയാണ്. ആസ് ആലോചക് ജോ വർത്തമാൻ കെ സാത്ത് സാത്ത്, വർത്തമാനകാലം മാത്രമല്ല ഭൂതകാലത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും അതിനെപ്പറ്റിയും ഒക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ एक हद तक मैं उस तक पश्चिम के रास्ते से होकर पहुंचा था, ഒരു ലിമിറ്റ് വരെ ഞാൻ എന്താണ് പശ്ചിമ സൈഡിൽ നിന്ന്, അതായത് വെസ്റ്റേൺ സൈഡിൽ നിന്നുള്ള എന്താണ് ആ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെപ്പറ്റി, അതായത് ആ സ്ഥലങ്ങളിൽ നിന്നും, അതായത് ഭാരതത്തിലെ പശ്ചിമ സൈഡിൽ നിന്നുമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ആലോചിച്ചു തുടങ്ങി. അതായത് പശ്ചിം കെ രാസ്തെ സെ ഹോക്കർ പहुंचा, ഭാരതത്തിലെ ആ വശത്ത് നിന്നാണ് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങുന്നത്. मैंने उसे उसी भाव से देखा जैसे संभवतः किसी पश्चिमी मित्र ने देखा होता, ഏതെങ്കിലും പടിഞ്ഞാറൻ ഒരു മിത്രം, അല്ലെങ്കിൽ എൻ്റെ പടിഞ്ഞാറൻ എന്താണ് ഒരു സുഹൃത്ത് എങ്ങനെയാണോ ഭാരതത്തിൻ്റെ ആ വശത്ത് നിന്ന് അവർ നോക്കുന്നത്, അതായത് ഏതെങ്കിലും ഒരു ക്രിട്ടിക് എങ്ങനെയാണോ ഭാരതത്തെ നോക്കുന്നത്, അതേ രീതിയിലാണ് ഞാനും നോക്കി തുടങ്ങിയത്. മേരെ ഭീതർ ശങ്കായും സിർ ഉഠാ രഹി തി, എൻ്റെ മനസ്സിൽ കുറേ ഇങ്ങനെ സംശയങ്ങൾ വരുന്നുണ്ടായിരുന്നു. ക്യാ മേനെ ഭാരത് കോ ജാൻ ലിയാ താ, എനിക്ക് ശരിക്കും ഭാരതത്തെ പറ്റി അറിയാമോ? मैं जो उसके अतीत की विरासत के बड़े हिस्से को खारिज करने का साहस कर रहा था, मैं जो उसके अतीत की विरासत, അതായത് ഭാരതത്തിൻ്റെ ആ ഹെറിറ്റേജ് ആ എന്താണ് പാരമ്പര്യം, അതിൻ്റെ പറ്റിയൊക്കെ ബഡേ ഹിസ്സേക്കോ, അത് ഒരു വലിയൊരു പാർട്ടിനെ തന്നെ ഞാൻ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹസം കാണിക്കുന്നുണ്ടായിരുന്നു. लेकिन अगर भारत के पास वह कुछ नहीं होता जो बहुत जीवंत और टिकाऊ रहा है, वो बहुत कुछ जो सार्थक है, तो भारत का वजूद उस रूप में नहीं होता जैसा आज है, और वह हजारों वर्ष तक अपने सभ्य अस्तित्व की पहचान इस रूप में कदापि बनाए नहीं रख सकता था. ഇപ്പോൾ അദ്ദേഹം എന്താണ് ഭാരതത്തിൽ ഞങ്ങൾ ആ സമയത്ത് എന്താണ് അടിമത്വമാണ് ബ്രിട്ടീഷുകാരുടെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ലേക്കിൻ അഗർ ഭാരത് കെ പാസ് വ കുച്ച് നഹി ഹോത്ത ജോ ബഹുത് ജീവന്ത് ഓർ ടിക്കാവു റഹാ ഹൈ, അപ്പോൾ ആ ഐക്യബലം ഉണ്ടായിരുന്നു മനുഷ്യരുടെ ഇടയിൽ, എന്താണ് ആ ഐക്യം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന ആ ഒരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ബഹുത് കുച്ച് ജോ സാർത്ഥക് ഹേ, അത് നടന്നിരിക്കുക, അതായത് അതുള്ളത് കൊണ്ടല്ലേ അവരെല്ലാവരും എന്താണ് സ്വാതന്ത്ര്യത്തിനായിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് അല്ലേ. तो भारत का वजूद उस रूप में नहीं होता जैसा आज है, ഇപ്പോൾ പക്ഷേ അത്രയ്ക്ക് അത് സുദൃഢമായിരുന്നു എങ്കിൽ, അദ്ദേഹം രണ്ട് രീതിയിലും ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരു വശത്ത് ഞങ്ങൾ എന്താണ് ഐക്യത്തോടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അതായത് അത് ആ സമയത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പോഴത്തെ കാലത്തെ പറ്റി അല്ല. ആ സമയം സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല, അവരെല്ലാവരും സ്വാതന്ത്ര്യത്തിനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്തെ പറ്റിയാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം ക്രിട്ടിക്കിനെ പോലെയാണ് ചിന്തിക്കുന്നത്, ഒരു ആലോചകനെ പോലെ ചിന്തിക്കുകയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ശരിയാണ് എന്നും വരും, തെറ്റാണെന്നും വരും. ആ രണ്ട് രീതിയിലും അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന് എഴുതാനുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം രണ്ട് രീതിയിലും ചിന്തിക്കുകയാണ്. ആ ഐക്യം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇപ്പോഴും ഉണ്ടോ? അത് സുദൃഢം അല്ലായിരിക്കും. സുദൃഢം എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ളതല്ല. അത് അത്രയും ശക്തി പറ്റത്തില്ല ഈ ബ്രിട്ടീഷുകാരെ ഈ ഭാരതത്തിൽ നിന്നും ഒഴിവാക്കാൻ, അവരെ ഓടിക്കാനായിട്ട്. അതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ബഹുത് കുച്ച് ജോ സാർത്ഥക്, കുറച്ച് അദ്ദേഹം അത് സാർത്ഥക്കാണ്, അതിൽ സത്യമുണ്ട്, അതായത് ആ ഐക്യമുണ്ട്. പക്ഷെ तो भारत का वजूद उस रूप में नहीं होता जैसा आज है, और वह हजारों वर्ष तक अपने सभ्य अस्तित्व की पहचान इस रूप में कदापि बनाए नहीं रख सकता था. ആ ഐക്യം ഇപ്പോഴും ആളുകളുടെ ഇടയിലുണ്ട് എങ്കിലും പോലും അത് അത്ര സുദൃഢമല്ല. അത് ആ സിവിലൈസേഷൻ, ആ സിവിലൈസ്ഡ് അവരുടെ ആ മനസ്സിൽ എന്താണ്
ആ കൾച്ചറും അതെല്ലാം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതത്രയും എന്താണ് സുദൃഢമായിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും അദ്ദേഹം പറയുന്നത്. അപ്പോൾ വിശേഷ് തത്വ ആഖിർ ക്യാ ത, ആ വിശേഷ് തത്വം ഞങ്ങളെ എന്താണ് ഐക്യത്തോടെ നിർത്തിയ ആ കാര്യങ്ങൾ എന്തായിരുന്നു, വിശേഷ് തത്വം എന്താണ്, മെയിനായിട്ടുള്ള ആ തത്വം എന്താണ് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. मैं भारत के उत्तर पश्चिम में स्थित सिंधु घाटी में मोहनजोदाड़ो के एक टीले पर खड़ा था. അപ്പോൾ ഇനി അദ്ദേഹം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചെടുക്കുകയാണ്. അതായത് പശ്ചിമ ദിശയിൽ നിന്നും ഉള്ള ഭാരതത്തിലെ ആ പശ്ചിമ ദിശയിൽ നിന്നും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്. ഓരോ സ്ഥലങ്ങളെപ്പറ്റി അദ്ദേഹം ചിന്തിക്കുകയാണ്. ഭാരതത്തിലെ ഓരോ എന്താണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസിനെ പറ്റിയും കൾച്ചറിനെ പറ്റിയും അങ്ങനെ ഓരോന്നും അദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഉത്തർ പശ്ചിമേ സ്ഥിത് സിന്ധു ഘാട്ടി, സിന്ധു ഘാട്ടിമേ മോഹൻജൊദാടോവിനെ പറ്റിയാണ് ഇനി അദ്ദേഹം ചിന്തിക്കുന്നത്. മേ ഭാരത് കെ ഉത്തർ പശ്ചിമേ സ്ഥിത്, ഉത്തർ പശ്ചിം സൈഡിലുള്ള അതായത് വടക്ക് പടിഞ്ഞാറൻ സൈഡിലുള്ള സിന്ധു ഘാട്ടിയിലുള്ള മോഹൻജൊദാടോയിൻ്റെ ഒരു കുന്നിൽ നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ദർശിക്കുകയാണ്, ഇങ്ങനെ അതിനെ നോക്കുകയാണ്, ആ സ്ഥലത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. मेरे चारों तरफ उस प्राचीन नगर के घर और गलियां बिखरी थीं, जिसका समय 5000 वर्ष पहले बताया जाता है. साथ ही यह भी कहा जाता है कि वहाँ एक प्राचीन और पूर्णतः विकसित सभ्यता थी. इनके स्थायी रूप से टिके रहने का कारण है इसका ठेठ भारतीयपन, और यही आधुनिक भारतीय सभ्यता का आधार है. यह विचार आश्चर्यचकित कर देता है कि कोई संस्कृति या सभ्यता इस प्रकार 5-6 हजार वर्ष या उससे भी कुछ अधिक समय तक निरंतर बनी रहे, वह भी बराबर परिवर्तनशील और विकासमान रहकर. वो फारस, मिस्र, ग्रीस, चीन, अरब, मध्य एशिया और भूमध्य सागर के लोगों से उसका बराबर निकट संपर्क रहा. यद्यपि भारत ने उन्हें प्रभावित किया और स्वयं भी उनसे प्रभावित हुआ, फिर भी उसका सांस्कृतिक आधार इतना मजबूत था कि वह हिला नहीं. इस मजबूती का रहस्य क्या है? അപ്പോൾ അദ്ദേഹം ഇവിടെ പറയുകയാണ് സിന്ധു ഘാട്ടിമേ മോഹൻജൊദാടോ, അവിടെ എത്തിയിട്ട് അതായത് അദ്ദേഹം ഇമാജിൻ ചെയ്യുകയാണ്, അദ്ദേഹം അവിടെ വന്ന് നിൽക്കുകയാണ്, നിന്നിട്ട് അദ്ദേഹം അതിനെപ്പറ്റി എന്താണ് ആലോചന ചെയ്യുകയാണ്. അതായത് ക്രിട്ടിക് എന്ന രീതിയിലും അദ്ദേഹം അതിനെപ്പറ്റി ഒരു ആലോചകൻ എന്ന രീതിയിൽ ചിന്തിക്കുകയാണ് അവിടെയുള്ള കാര്യങ്ങൾ. मेरी चारों तरफ उस प्राचीन नगर के घर और गलियां बिखरी थी. എൻ്റെ 4 ചുറ്റും അദ്ദേഹം ഒരു എന്താണ് ടീലെ പർ ഖടാത്ത എന്നാണ്, ഒരു കുന്നിന്മേൽ നിന്നിട്ട് അതിനെ ദർശിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 4 ചുറ്റും പ്രാചീൻ നഗർ കെ ഘർ ഓർ ഗലിയാം ബിഖ്രീ തി, പഴയ കാലത്തെ ആ വീടും പിന്നെ എന്താണ് ഇടവഴികളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. ജിസ്കാ സമയം 5000 വർഷ പഹലെ ബത്തായ ജാത്ത ഹൈ, ഏകദേശം 5000 വർഷം പഴക്കമുള്ളതാണ് എന്നാണ് അത് പറയപ്പെടുന്നത്. साथ ही यह भी कहा जाता है कि यहाँ एक प्राचीन और पूर्णतः विकसित सभ्यता थी. അതുമാത്രമല്ല ആ സിന്ധു ഘാട്ടി സഭ്യത, സിന്ധു നദീ തീരത്തിലെ ആ സഭ്യത എന്ന് പറയുന്നത്, ആ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ എന്താണ് ആ പാരമ്പര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഹെറിറ്റേജ് എന്താണ്, സാത്ത് യഹ് ഭി കഹാ ജാത്ത ഹൈ കി ഏക് പ്രാചീൻ ഓർ പൂർണ്ണതഃ വികസിത് സഭ്യത തി, നല്ല പഴക്കം ചെന്നതും അതും വികസിതമായിട്ടുള്ള പൂർണ്ണമായും വികസിതമായിട്ടുള്ള ഒരു കൾച്ചറായിരുന്നു അവിടെ സ്ഥിതി ചെയ്തത്, സംസ്കാരമായിരുന്നു അവിടത്തേത്. അതായത് വികസിതമായിട്ടുള്ള ഒരു സംസ്കാരം. इनके स्थायी रूप से टिके रहने का कारण है इसका ठेठ भारतीयपन, और यही आधुनिक भारतीय सभ्यता का आधार है. ഇപ്പോഴത്തെ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നതും അത് അവിടെ നിന്നും ലഭിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് സ്ഥായി റൂപ് സെ ടിക്കെ രഹനെ കാ കാരൻ, ഇത് ഇപ്പോഴും അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ, സ്ഥിരമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള, അതും സുദൃഢമായിട്ട് കണ്ടിന്യൂ ആവാനുള്ള കാരണവും ആ കാലത്തെ, അതായത് സിന്ധു നദി തട സംസ്കാരം അതേപോലെ അത് എന്താണ് കണ്ടിന്യൂ ആയി, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആ സുദൃഢമായിട്ടുള്ള ആ സംസ്കാരത്തെ പറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഭാരതീയപ്പൻ ഓർ യഹി ആധുനിക് ഭാരതീയ സഭ്യത കാ ആധാർ, ആ സിന്ധു നദി തട സംസ്കാരം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ, അതും സുദൃഢമായിട്ടുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ ഉറവിടം അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. यह विचार आश्चर्यचकित कर देता है कि कोई संस्कृति या सभ्यता इस प्रकार 5-6 हजार वर्ष या उससे भी कुछ अधिक समय तक निरंतर बनी रहे.
യ വിചാർ ആശ്ചര്യചകിത് കർ ദേത്താ ഹൈ. ഈ ആലോചന അതും അത് 5-6 വർഷം 6000 വർഷങ്ങൾ പഴക്കമുള്ള ഈ സംസ്കാരം ഇപ്പോഴും അത് കണ്ടിന്യൂ ആവുകയാണ്. നിരന്തർ ബനി റഹി, ഇപ്പോഴും അത് നിരന്തരമായിട്ട് ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ആവുന്നുണ്ട്. വഹ് ബി ബറാബർ പരിവർത്തൻശീൽ ഓർ വികാസ്മാൻ റഹക്കർ. അതിന് ചേഞ്ചസും വന്നിട്ടുണ്ട് ആ സംസ്കാരത്തിന്, അതിൻ്റെ കൂടെ തന്നെ അതിന് വികസനവും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംസ്കാരം അതിപ്പോഴും കണ്ടിന്യൂ ആവുകയാണ്. അതും ആശ്ചര്യചകിത് കർ ദേത്താ ഹൈ. फारस, मिस्र, ग्रीस, चीन, अरब, मध्य एशिया और भूमध्य सागर के लोगों से उसका बराबर निकट संपर्क रहा. അതേ സമയത്ത് ഈ വികാസ്മാൻ എന്ന് പറയാൻ കാരണം എന്താണ്? മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ആ സമ്പർക്കം, മറ്റ് രാജ്യങ്ങളുമായിട്ട് അവർ എന്താണ് കോണ്ടാക്റ്റ് വെച്ചിട്ടുണ്ട്, കോർഡിനേഷൻ ഉണ്ടായിരുന്നു. फारस, मिस्र, ग्रीस, चीन, अरब, मध्य एशिया और भूमध्य सागर के लोगों से അവരുമായിട്ടൊക്കെ എന്താണ് ഈ സിന്ധു നദീതട സംസ്കാരം ആ സമയത്ത് കോണ്ടാക്റ്റ് അവരുമായിട്ട് കോർഡിനേഷൻ താൽമേൽ ബനാ രഹത്താ था, സമ്പർക്ക് ബനാ രഹത്താ था, നിക്കട്ട് സമ്പർക്ക് രഹ. യദ്യപി ഭാരത് അത് തന്നെയാണ് എന്താണ് ആ സമയത്തെ വികാസ്മാൻ രഹക്കർ എന്ന് പറയാൻ കാരണം. വികാസ്മാൻ ആ സമയത്ത് വികസനവും നടന്നുകൊണ്ടിരുന്നു, പരിവർത്തനങ്ങളും ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ആ സംസ്കാരത്തിന് വികസനവും നടന്നുകൊണ്ടിരുന്നു. കാരണം മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ആ സമയത്ത് സമ്പർക്ക് रहा है. यद्यपि भारत ने उन्हें प्रभावित किया और स्वयं भी उनसे प्रभावित हुआ, फिर भी उसका सांस्कृतिक आधार इतना मजबूत था कि वह हिला नहीं. എത്രയധികം അവർ ഭാരതീയർ ആ സമയത്ത് മറ്റ് രാജ്യങ്ങൾ, അതായത് വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ എത്രയൊക്കെ അവർ എഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും, അവരുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ പഠിച്ചെടുത്തു എങ്കിൽ പോലും അത് കൂടുതൽ ഭാരതത്തിന് എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് കുറേ ഞങ്ങൾക്ക് എഫക്റ്റ് ആവുന്നുണ്ട് അല്ലേ. ഞങ്ങൾ കുറേ എന്താണ് വിദേശവുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് വിദേശികളുടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ ആ കാലത്ത് യദ്യപി ഭാരതിനെ ഉന്നെ പ്രഭാവിത് കിയ, ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും അവരെ കുറേ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് കുറേ എന്താണ് സഹായം നൽകിയിട്ടുണ്ട്. അതേപോലെ അവരും ഞങ്ങൾക്ക് കുറേ എന്താണ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിർ ബി ഉസ്കാ സാംസ്കൃതിക് ആധാർ ഇത്ന മസ്ബൂത്ത്, എന്നിട്ട് പോലും ആ സംസ്കൃതി എന്ന് പറയുന്നത്, സംസ്കാരം, അതിൻ്റെ ആ ഉറവിടം അല്ലെങ്കിൽ അതിൻ്റെ ആ ബേസ് എന്ന് പറയുന്നത് ഇത്ന മസ്ബൂത്ത്, അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. കിവ ഹിലാനെ, അത് മാറിയിട്ടില്ല, അതതുപോലെ സുദൃഢമായിട്ട് തന്നെ നിൽക്കുന്നു ആ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് പറയുന്നത് ആ കാലത്ത്, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലത്തെ പറ്റിയാണ് എഴുതുന്നത്. ഇസ് മസ്ബൂത്തി കാ രഹസ്യ ക്യാ ഹെ, ആ സ്ട്രെങ്ത്തിനെ പറ്റി, അതിൻ്റെ രഹസ്യം എന്താണ്, ആ ഭാരതത്തിൻ്റെ ആ സംസ്കാരത്തിൻ്റെ ആ സ്ട്രെങ്ത്തിൻ്റെ ആ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? അത് മാറിയിട്ടില്ല. എത്രയധികം എന്താണ് സമ്പർക്കത്തിൽ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ സമ്പർക്കം വെച്ച് വ്യാപാരവും എല്ലാം നടന്നിട്ടുണ്ട്, വ്യാപാരങ്ങൾക്ക് വേണ്ടിയൊക്കെ. എന്നിട്ട് പോലും ഭാരതീയ സംസ്കാരത്തിന് ഒരു ചേഞ്ചസും വന്നിട്ടില്ല, അതിപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഇസ് മസ്ബൂത്തിക്ക രഹസ്യ ക്യാ ഹെ, അതിൻ്റെ ആ സ്ട്രെങ്ത്തിൻ്റെ ആ രഹസ്യം എന്താണ്? അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും അദ്ദേഹം ചിന്തിക്കുകയാണ്. ഈ ഭാരതീയ സംസ്കാരത്തെ പറ്റിയും പിന്നെ ഭാരതത്തിൻ്റെ ഐക്യത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുകയാണ്. അത് താൻ ചിന്തിച്ചത് എത്രയധികം ശരിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം ആലോചകനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. मैंने भारत का इतिहास और उसके विशाल प्राचीन साहित्य के कुछ अंशों को पढ़ा. मुझ पर विचारों की तेजस्विता, भाषा की स्पष्टता और उसके पीछे सक्रिय मस्तिष्क की समृद्धि ने गहरा प्रभाव डाला. मैंने उन पराक्रमी यात्रियों के साथ भारत की यात्रा की जो सुदूर अतीत में यहाँ चीन तथा पश्चिमी और मध्य एशिया से आए थे और अपनी यात्राओं की दास्तान छोड़ गए थे. मैं पूर्वी एशिया, अंगकोर, बोरोबदूर और बहुत सी जगहों में भारत की उपलब्धियों के बारे में सोचने लगा. मैंने भारत का इतिहास और उसके विशाल प्राचीन साहित्य के कुछ अंशों को पढ़ा. ഞാൻ ഭാരതത്തിലെ ഇതിഹാസവും പിന്നെന്താണ് പഴയ സാഹിത്യം, പ്രാചീൻ സാഹിത്യവും അതൊക്കെ അദ്ദേഹം വായിക്കുകയുണ്ടായി. അതും അംശോംകൊ പഠ, അതിൻ്റെ ഒരു ചെറിയൊരു അംശം അദ്ദേഹം വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് എഫക്റ്റ് അദ്ദേഹത്തിന് എങ്ങനെ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. മുझ पर विचारों की तेजस्विता, भाषा की स्पष्टता
और उसके पीछे सक्रिय मस्तिष्क की समृद्धि ने गहरा प्रभाव डाला. അത് എത്രത്തോളം അദ്ദേഹത്തിന് അദ്ദേഹം അത് ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ അത് എത്രത്തോളം അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം വായിച്ചതിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അതായത് യാത്രാ വിവരണങ്ങളും പിന്നെ ഇതിഹാസവും ആ സാഹിത്യവും ഒക്കെ വായിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, മുജ്പർ വിചാരോം കി തേജസ്വിത, അതിൽ ഉണ്ടായിരുന്ന ആ ചിന്താഗതി, എഴുതിയ ആളുകളുടെ ആ ചിന്തകളുടെ എന്താണ് എനർജിയും ആ തേജസ്വിതയും പിന്നെ ഭാഷാക്കി സ്പഷ്ടത, ഭാഷയിലുള്ള ആ സ്പഷ്ടത, ക്ലിയർ ആയിട്ടുള്ള ഭാഷയും പിന്നെ എന്താണ് സക്രിയ മസ്തിഷ്കക്ക് സമൃദ്ധിനെ ഗഹരാ പ്രഭാവ് ഡാല. അദ്ദേഹം പറയുകയാണ് വളരെ ബുദ്ധിയുള്ള ആളുകളായിരുന്നു ഇത് എഴുതിയത്. അതായത് നല്ല ചിന്തിച്ചിട്ടാണ് അവർ ഈ കാര്യം എന്താണ് ഇതിഹാസവും പിന്നെ എന്താണ് പ്രാചീന സാഹിത്യമൊക്കെ എഴുതിയിരുന്നത് പണ്ട്. मैंने उन पराक्रमी यात्रियों के साथ भारत की यात्रा की जो सुदूर अतीत में यहाँ चीन तथा पश्चिमी और मध्य एशिया से आए थे और अपनी യാത്രാവും की ദാസ്താൻ ചോട് ഗയേ थे. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളെ പറ്റിയാണ്. ആ യാത്രികൾ അവർ എവിടെ നിന്നും, അതും ചീൻ തഥാ പശ്ചിമി ഓർ മധ്യേഷ്യാസെ ആയത്, അതും സുദൂർ അതീതാണത്. അതായത് അത്രയ്ക്ക് പഴക്കം ചെന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പഴയ കാലത്ത് യാത്രികന്മാർ ചീനിൽ നിന്നും പശ്ചിമി ഓർ മധ്യേഷ്യയിൽ നിന്നുമൊക്കെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അവരുടെ ആ യാത്രാ വിവരണങ്ങൾ എല്ലാം അവരിവിടെ വിട്ടുപോയിട്ടുണ്ട്. അതാണ് ദാസ്താൻ ചോട് ഗയേ थे. അവരുടെ ആ യാത്രാ വിവരണങ്ങൾ, അവരുടെ ആ കഥകൾ, അവർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ട്, അതായത് ലിഖിത് രൂപ में वे यहाँ छोड़ गए थे, दास्तान छोड़ गए थे. मैं पूर्वी एशिया, अंगकोर, बोरोबदूर और बहुत सी जगहों में भारत की उपलब्धियों के बारे में सोचने लगा. അപ്പോൾ ഞാൻ ഈ പൂർവി ഏഷ്യയും പൂർവി ഏഷ്യയും പിന്നെ അങ്കക്കോർ, ബൊറോബ്ദൂർ ഇത്രയും സ്ഥലത്തേക്ക് और बहुत सी जगहों में ഭാരത് की उपलब्धियों के बारे में सोचने लगा. അപ്പോൾ ഭാരതത്തിലെ ഈ ഉപലബ്ധിയെ പറ്റിയൊക്കെ അവർ ആ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്. मैं उस हिमालय पर घूमता रहा जिसका पुराने मिथकों और दंत कथाओं के साथ निकट संबंध है और जिसने हमारे विचारों और साहित्य को बहुत दूर तक प्रभावित किया है. അപ്പോൾ ഹിമാലയത്തിലൂടെ ഞാൻ പോകുമ്പോൾ അദ്ദേഹം എല്ലാം ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. കാരണം അദ്ദേഹം വായിക്കുമ്പോൾ ആ സ്ഥലങ്ങളിൽ അദ്ദേഹം എത്തിച്ചേരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് ഇത്. അപ്പോൾ അദ്ദേഹം ഹിമാലയത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ പഴയ മിഥക്ക്, അതായത് ഇങ്ങനെ കേൾവിയുള്ള, ഇങ്ങനെ കേട്ടിട്ട് എന്താണ് ഓരോ കഥകൾ എന്ന് പറയത്തില്ലേ, ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് പാസ് ചെയ്യുന്ന ആ കഥകൾ, അതാണ് ദന്ത കഥായം എന്നൊക്കെ പറയുന്നത്. മിഥക്ക് അത് സത്യമാകണമെന്നില്ല, ഇങ്ങനെ റൂമേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓരോരുത്തരിങ്ങനെ പാസ് ചെയ്ത് വരുന്ന കഥകളാണ്. അപ്പോൾ ദന്ത കഥാവും കെ സാത്ത് നിക്കട്ട് സംബന്ധ ഹൈ और जिसने हमारे विचारों और साहित्य को बहुत दूर तक प्रभावित किया है. അപ്പോൾ ഈ ദന്തകഥയും മിഥകും ഒക്കെ ഞങ്ങളുടെ ആ സാഹിത്യത്തെ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ पहाड़ों के प्रति मेरे प्रेम ने और कश्मीर के साथ मेरे खून के रिश्ते ने मुझे उनकी ओर विशेष रूप से आकर्षित किया. അപ്പോൾ ആ പഹാഡ്, അദ്ദേഹം ജനിച്ച് വളർന്നത് കാശ്മീരാണ്. അപ്പോൾ പഹാഡോ കെ പ്രതി മേരെ പ്രേംനെ, അദ്ദേഹത്തിന് ഈ എന്താണ് മൗണ്ടെയ്ൻസ്, ഈ പർവ്വതങ്ങളും എന്താണ് മൗണ്ടെയ്ൻസും ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ആ എന്താണ് മലകളോടുള്ള ആ ഇഷ്ടവും പിന്നെ കാശ്മീർ കെ സാത്ത് മേരെ ഖൂൻ കെ റിഷ്തേനെ, കാശ്മീരുമായിട്ട് എനിക്ക് അദ്ദേഹത്തിന് എന്താണ് രക്തബന്ധമാണുള്ളത്, അതായത് ജനിച്ചതാണ് അവിടെ. അപ്പോൾ റിഷ്തേനെ മുझे ഉൻകി ഓർ വിശേഷ് രൂപ് സെ ആകർഷിത് കിയ, അതുകൊണ്ടാകാം എനിക്ക് കൂടുതലത് ഞാൻ ആകർഷിക്കപ്പെട്ടത്. ഇവിടെ കാശ്മീരും പിന്നെന്താണ് പഹാടി ഏരിയയൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ജനിച്ചത് കാശ്മീരിലും പിന്നെ അദ്ദേഹത്തിന് മലകളോടുള്ള ഇഷ്ടവുമൊക്കെ ആവാം അദ്ദേഹത്തിന് കൂടുതൽ അത് ആകർഷിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. इस महान पर्वत से निकलकर भारत के मैदानों में बहने वाली भारत की विशाल नदियों ने मुझे आकर्षित किया. ഇനി അദ്ദേഹം നദികളെ പറ്റിയാണ് പറയുന്നത്, നദികളെപ്പറ്റി ഓർക്കുകയാണ്. ഇസ് മഹാൻ പർവ്വത് സെ നിക്കൽക്കർ, ഈ ഹിമാലയ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി ഞാൻ ഭാരത് കെ മൈതാനോമേ, ഭാരതത്തിൻ്റെ പരന്ന പ്രദേശങ്ങളിൽ അവിടെ എത്തുമ്പോൾ ഭാരത് കി വിശാൽ നദിയോം നെ മുझे ആകർഷിത് കിയ. ഇനി ഭാരതത്തിലെ വിശാല നദികളാലാണ് ഞാൻ ആകർഷിക്കപ്പെട്ടത്. और इतिहास के अनगिनत पहलुओं की याद ताज़ा की,
അപ്പോൾ എണ്ണാൻ പറ്റാത്തത്രയും കാര്യങ്ങളുണ്ട് ഇതിഹാസത്തിൽ, ഭാരതത്തിൻ്റെ ഇതിഹാസത്തിൽ. അതൊക്കെ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരികയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. इंडस या सिंधु जिसके आधार पर हमारे इस देश का नाम पड़ा इंडिया और हिंदुस्तान. അപ്പോൾ സിന്ധു നദിയും പിന്നെ ഇൻഡസ് എന്ന് അതിനെ ആധാരമാക്കിയിട്ട്, അതിനെ ബേസ് ആക്കിയിട്ടാണ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പേര് ഞങ്ങൾക്ക് ലഭിച്ചത്. और जिसे पार करके हज़ारों वर्षों से यहाँ जातियाँ और कबीले, काफिले और फौजें आती रही हैं. അപ്പോൾ അതിനെ കടന്ന്, സിന്ധു നദിയെ കടന്ന് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പണ്ട് തന്നെ എത്രയോ ഗ്രൂപ്പായിട്ടുള്ള ജാതിയും പിന്നെ കബീല, അതായത് ഇങ്ങനെ ആദിവാസി സമൂഹം, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് അതും കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഭാരതത്തിൽ. കാഫിലെ ഓർ ഫൗജി, അതായത് ഇങ്ങനെ സൈന്യവും ഒക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്ന സൈന്യവും ഒക്കെ അത് കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ब्रह्मपुत्र इतिहास की मुख्य धारा से लगभग कटी हुई पर पुरानी कहानियों में आज भी जीवित उत्तर पूर्वी पहाड़ियों के हृदय में पड़ी गहरी दरारों के बीच से बरबस मार्ग बनाती हुई भारत में प्रवेश करती है और फिर पहाड़ों और जंगलों से भरे मैदान के बीच शांत रमणीय धारा के रूप में बहने लगती है. ഇനി അദ്ദേഹം സിന്ധു നദിയെപ്പറ്റി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ബ്രഹ്മപുത്ര നദി, ബ്രഹ്മപുത്ര ഇതിഹാസ് കി മുഖ്യധാര സെ ലഗ്ഭഗ് കട്ടി ഹുയി, അതായത് ഇതിഹാസത്തിൽ ബ്രഹ്മപുത്രയെ പറ്റി കൂടുതൽ മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ പോലും കുറേ കഥകളിൽ, പുരാനി കഹാനിയോമേ, പണ്ടത്തെ കഥകളിലൊക്കെ അതിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആ ബ്രഹ്മപുത്ര. ഉത്തർപൂർവി പഹാഡിയോം കെ ഹൃദയമേ പടി ഗഹരി ദറാറും കെ ബീച്ച്, ആ മലകളുടെ ആ ഇടയിലൂടെ അത് ഒഴുകി വരികയാണ് എന്നാണ്. ബീച്ച് സെ ബർബസ് മാർഗ് ബനാത്തി ഹുയി, വഴികൾ ഉണ്ടാക്കിക്കൊണ്ട് ഭാരത് മേ പ്രവേശ് കർത്തി ഹെ, ഭാരതത്തിലോട്ട് പ്രവേശിക്കുകയാണ് ബ്രഹ്മപുത്ര നദി. और फिर पहाड़ों और जंगलों से भरे मैदान के बीच शांत रमणीय धारा के रूप में बहने लगती है. എന്നിട്ട് ഒഴുകി ആ മലകളുടെയും കാടുകളുടെയും ഒക്കെ പരന്ന നിരകളിലൂടെയൊക്കെ ഇങ്ങനെ ശാന്തമായി രമണീയ ധാരാക്കെ രൂപമേ ബഹനെ ലഗ്തി, നല്ല ശാന്ത സ്വരൂപിണിയായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ് ബ്രഹ്മപുത്ര. यमुना जिसके चारों ओर नृत्य, उत्सव और नाटक से संबंध न जाने कितनी पौराणिक कथाएं में एकत्र हैं. ഇനി അദ്ദേഹം പറയുന്നത് യമുന നദിയെ പറ്റിയാണ്. യമുന ജിസ്കെ ചാരോ മോർ നൃത്യ, ഉത്സവ് ഓർ നാട്ടക്, കാരണം എല്ലാവർക്കും അറിയാം യമുന നദി മധുര അല്ലേ, ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം. അവിടെ യമുനയെ പറ്റി യമുന പൂജനീയമാണ്. അപ്പോൾ യമുന ജിസ്കെ ചാരോ ഓം നൃത്യ, ഉത്സവ് ഓർ നാട്ടക് സേ സംബന്ധ് ന ജാനെ കിത്നി പൗരാണിക് കഥായം ഏക്കത്ര ഹെ, കുറേ കഥകൾ അതുമായിട്ട് ബന്ധമുണ്ട്, യമുനയുമായിട്ട്. അവിടെ ഒരു ഉത്സവമൊക്കെ എന്ന പോലെയാണ് അവിടെ ആഘോഷിക്കുന്നത് യമുന നദി തീരത്ത്. ഇൻ സബ്സെ ബഡ്കർ ഭാരത് കി നദി ഗംഗ, ഗംഗയെ പറ്റിയോ ഇതെല്ലാം വിട്ട് गंगे पറ്റി പറയുകയാണെങ്കിലോ, जिसने इतिहास के आरंभ से ही भारत के हृदय पर राज किया है और लाखों की तादाद में लोगों को अपने तटों की ओर खींचा है. അപ്പോൾ എത്രയോ കോടി ആളുകളാണ് ആ ഗംഗാനദിയിൽ ഡുബ്ക്കി ലഗാനേക്കില്ലേ, അവിടെ ഗംഗയിൽ മുങ്ങി കുളിക്കാനായിട്ട് പോകുന്നത്. കാരണം പുണ്യനദിയാണ് ഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ ജിസ്നെ ഇതിഹാസ് കെ ആരംഭ സേ ഹി ഭാരത് കെ ഹൃദയ പർ രാജ് കിയാ ഹൈ, ഒരു ഇതിഹാസം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതലേ ഗംഗയ്ക്ക് വേറെ തന്നെ ഒരു സ്ഥാനമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അപ്നെ തട്ടോം കി ഓർ ഖീഞ്ചാ ഹെ, ആ നദീതീരത്തേക്ക്, ഗംഗാ നദീ തീരത്തേക്ക് എല്ലാവരെയും ആകർഷിച്ചിട്ടുണ്ട്. അവിടെ കുറേ പൂജകളുമൊക്കെ, കാരണം പുണ്യ നദി ആയതുകൊണ്ട് അവിടെ കുറേ പൂജകളും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ പ്രാചീൻ കാൽ സേ ആധുനിക് യുഗ് തക് ഗംഗാ കി ഗാഥ ഭാരത് കി സഭ്യത और संस्कृति की कहानी है. പണ്ട് കാലം മുതൽക്കേ, പ്രാചീന കാലം മുതൽക്കേ ആധുനിക് യുഗ് തക്, ഇപ്പോഴും എല്ലാവരും ഗംഗാനദിയെ പുണ്യനദിയായിട്ട് തന്നെയാണ് കാണുന്നത്. मैंने पुराने स्मारकों और भग्नावशेषों को और पुरानी मूर्तियों और भित्ति चित्रों को देखा. अजंता, एलोरा, एलिफेंटा की गुफाओं और अन्य स्थानों को देखा. मैंने आगरा और दिल्ली में कुछ समय बाद बनी खूबसूरत इमारतों को भी देखा, जहाँ का प्रत्येक पत्थर भारत के अतीत की कहानी कह रहा था. അപ്പം അദ്ദേഹം പറയുകയാണ്,
ഞാൻ ഈ അദ്ദേഹം വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഫിസിക്കലി അല്ലെങ്കിലും അദ്ദേഹം മനസ്സുകൊണ്ട് അവിടെ എത്തിച്ചേരുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇമാജിൻ ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ मैंने पुराने स्मारकों और भग्नावशेषों को, ഈ പഴയ സ്മാരകങ്ങളും പിന്നെന്താണ് അവശിഷ്ടങ്ങൾ, എന്താണ് എല്ലാ സ്മാരകങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും അവിടെ. അപ്പോൾ ഭഗ്നാവശേഷവും को देखा, ഖണ്ഡഹർ എന്ന് പറയും അപ്പോൾ. ഓർ പുരാനി മൂർത്തിയും ഓർ ഭിത്തി ചിത്രവും को देखा, പഴയ മൂർത്തികളും പിന്നെ ഈ വാൾ പെയിൻറ്റിങ്സ്, വാളിൽ എഴുതുന്ന ഡ്രോയിങ്സും അതൊക്കെ കണ്ടു അദ്ദേഹം. അജന്ത, എല്ലോറ, എലിഫൻറ്റ ഗുഹകളിലൊക്കെ ഇത് കാണപ്പെടും. അജന്ത, എലോറ, എലിഫൻറ്റ की गुफाओं और अन्य स्थानों को देखा, മറ്റ് സ്ഥലങ്ങളെയും ഞാൻ കണ്ടു. मैंने आगरा और दिल्ली में कुछ समय बाद बनी खूबसूरत इमारतों को भी देखा. അപ്പോൾ ആഗ്രയിലും ദില്ലിയിലും കുറച്ചുകൂടെ എന്താണ് മുമ്പോട്ട്, അതായത് മുമ്പിലുള്ള കാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ആ ഭംഗിയുള്ള ബിൽഡിങ്സിനെ അദ്ദേഹം കണ്ടു. जहाँ तक प्रत्येक पत्थर भारत के अतीत की कहानी कह रहा था. जहाँ का प्रत्येक पत्थर, അതിലെ അവിടെയുള്ള ഓരോ കല്ലുകളും ഓരോ കഥകൾ പറയുന്നുണ്ടായിരുന്നു. അതും പഴയ കഥകൾ, പണ്ട് കാലത്ത് പാസ്റ്റിൽ നടന്ന ഓരോ കഥകൾ ഈ ഓരോ കല്ലുകളും പറയുന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. मैं अपने शहर इलाहाबाद में या फिर हरिद्वार में महान स्नान पर्व कुंभ के मेले में जाता हूँ और देखता हूँ कि वहाँ अब भी सैकड़ों और हजारों की तादाद में लोग आते हैं. वैसे ही जैसे हजारों वर्ष से उनके पुरखे गंगा स्नान करने के लिए भारत के सभी कोनों से आते रहे हैं. मुझे 1300 साल पहले चीनी यात्रियों और कुछ दूसरे लोगों द्वारा लिखे इन पर्वों के वर्णनों की याद आ जाती है. गो कि उस समय भी ये मेले पुराने पड़ चुके थे और अनजाने प्राचीन काल में गुम हो गए थे. मैं अपने शहर इलाहाबाद में या फिर हरिद्वार में महान स्नान पर्व कुंभ के मेले में जाता हूँ और देखता हूँ कि वहाँ अब भी सैकड़ों और हज़ारों की तादाद में लोग आते हैं. वैसे ही जैसे हज़ारों वर्ष से उनके पुरखे गंगा स्नान करने के लिए भारत के सभी कोनों से ആത്തേ രഹേ ഹെ. ഇലഹബാദിനെ പറ്റി പറയുകയാണ്. ഇലഹബാദ്, ഹരിദ്വാറിൽ അവിടെ സ്നാൻ പർവ് എന്ന് പറഞ്ഞ കുംഭമേള, കുംഭക്കെ മേലെ ജാത്താ. ഇനി കുംഭമേളയെ പറ്റിയാണ് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓർ ദേഖ്താ ഹൂം കി വഹാ അബ്ഭി സൈക്കടോം ഹസാരോം കി താദാമേ, ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അവിടെ എത്തിച്ചേരുന്നുണ്ട്. वैसे ही जैसे हजारों वर्ष से उनके पुरखे गंगा स्नान करने के लिए भारत के सभी कोनों से आते थे. അവർ എങ്ങനെയാണോ പണ്ട് കാലത്ത് അവരുടെ പൂർവികർ, ഭാരതീയരുടെ പൂർവികർ ഗംഗാസ്നാൻ ചെയ്യാനായിട്ട് എത്രയോ ദൂരെ നിന്ന് വന്നിരുന്നു, അതുപോലെ തന്നെ ഇപ്പോഴും ആ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട്, ആ സ്നാൻ പർവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ ഇപ്പോഴും അതേ ഒഴുക്കിൽ അവിടെ എത്തിച്ചേരുന്നുണ്ട്. मुझे 1300 साल पहले चीनी यात्रियों और कुछ दूसरे लोगों द्वारा लिखे इन पर्वों के वर्णनों की याद आ जाती है. അപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ് അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ, യാത്രികർ എഴുതിയ, ചീനി യാത്രിയും ദ്വാര എഴുതിയ, ചൈനയിൽ നിന്നുമുള്ള യാത്രികൾ എഴുതിയ ഈ പർവിനെ പറ്റി, അതായത് ഈ ഉത്സവത്തെപ്പറ്റി, കുംഭമേളയെ പറ്റി എഴുതിയ വർണ്ണനങ്ങൾ അദ്ദേഹം ഓർക്കുകയാണ് ഈ സമയത്ത്. അതും 1300 സാൽ പെഹലെ. അദ്ദേഹം ഇപ്പോൾ എഴുതുന്നത് 1944 അപ്പോൾ അതിനേക്കാൾ മുമ്പ് 1300 സാൽ പെഹലെ, 13,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഗോക്കി ഉസ് സമയ ഭി യേ മേലെ പുരാനെ പട് ചുക്കേ थे और अनजाने प्राचीन काल में गुम हो गए थे. ഇത് പറഞ്ഞാൽ ശരിക്കും എത്രയോ വർഷങ്ങൾക്ക് പണ്ട് മുതൽക്കേ ഞങ്ങളുടെ പൂർവികർ ഈ കുംഭമേളയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്, ഗംഗാ സ്നാൻ ചെയ്യാനും കുംഭമേളയ്ക്കായിട്ട് എത്തിച്ചേരാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ ചീൻ യാത്രികരുടെ ആ പുസ്തകത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അവരതിൽ എഴുതിയിട്ടുണ്ട്. മുझे हैरत होती थी कि वह कौन सी प्रबल आस्था थी जो हमारे लोगों को अनगिनत पीढ़ियों से भारत की इस प्रसिद्ध नदी की ओर खींचती रही है. അപ്പോൾ എനിക്ക് അതിശയം തോന്നാറുണ്ട്, ഹേറത്ത് ഹോത്തി തി,
कि ആളുകൾക്ക് ഇത്രയധികം എന്താണ് അട്രാക്റ്റ് ചെയ്യാൻ എന്നാൽ അതും ഭക്തിയോടെ ആസ്ഥാ തീ ജോ ഹമാരെ ലോഗോं को अनगिनत पीढ़ियों से അതും എണ്ണപ്പെടാൻ പറ്റാത്തത്രയും പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഓരോ ജനറേഷനായിട്ട് ഇങ്ങനെ ഭാരതത്തിൽ ഈ ഗംഗാനദിയിൽ സ്നാനം ചെയ്യാനായിട്ട് വന്ന് ചേരാറുണ്ട്. ഭാരത് കി ഇസ് പ്രസിദ്ധ നദി കി ഓർ ഖീഞ്ച്തി റഹി ഹെ. ഗംഗാ നദിയിലോട്ട് ആകർഷിക്കപ്പെടുകയാണ് ഭാരതീയർ. അതും വർഷങ്ങളായിട്ട് ഓരോ ജനറേഷനായിട്ട് ഇത് എന്താണ് ഇപ്പോഴും അത് കണ്ടിന്യൂ ആവുകയാണ്. ആ ഭക്തി ഗംഗാനദിയോടുള്ള എന്താണ് ആ പുണ്യനദിയോടുള്ള അവരുടെ ആ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ അട്രാക്ഷൻ ഇപ്പോഴും അത് कंटिन्यू ആവുകയാണ്. मेरे अध्ययन की पृष्ठभूमि के साथ इन यात्राओं और दौरों ने मिलकर मुझे अतीत में देखने की अंतर्दृष्टि दी. मेरे मन में भारत की जो तस्वीर थी उसमें धीरे धीरे सच्चाई का बोध घर करने लगा. मेरे पूर्वजों की भूमि में ऐसे जीते जागते लोग आबाद हो गए जो हंसते रोते थे, प्यार करते थे और पीड़ा भोगते थे. इन्हीं में ऐसे लोग भी थे जिन्हें ज़िंदगी की जानकारी और समझ थी. इस अतीत के सैकड़ों सजीव चित्र मेरे मन में भरे थे. जब भी किसी जगह जाता था उस विशेष स्थान से संबंध चित्र तत्काल मेरे सामने आ खड़ा होता था. बनारस के पास सारनाथ में मैंने बुद्ध को उनका पहला उपदेश देते हुए लगभग साफ देखा. 2500 वर्ष का फासला तय करके उनके कुछ अभिलिखित शब्द जिसे दूर से आती प्रतिध्वनि की तरह मुझे सुनाई पड़े. अशोक के पाषाण स्तंभ जैसे अपने शिलालेखों के माध्यम से मुझे एक ऐसे आदमी के बारे में बताते थे जो खुद एक सम्राट होकर भी किसी अन्य राजा और सम्राट से महान थे. फतेहपुर सिकरी में अपने साम्राज्य को भुलाकर बैठा अकबर विभिन्न मतों के विद्वानों से संवाद और वाद विवाद कर रहा था. वह जिज्ञासु भाव से मनुष्य की शाश्वत समस्याओं का हल तलाश रहा था. मेरे अध्ययन के साथ इन यात्राओं और दौरों ने मिलकर मुझे अतीत में देखने की अंतर्दृष्टि दी है. അപ്പോൾ എൻ്റെ അധ്യയനത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഇവൻസിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ യാത്രകളും പിന്നെ ഈ യാത്രകളൊക്കെ എനിക്ക് എന്താണ് ഈ പാസ്റ്റിലേക്ക് നോക്കാനുള്ള ഒരു എന്താണ് ഇൻസൈറ്റ് നൽകുന്നുണ്ട്. അതായത് ഉൾക്കണ്ണ് എന്ന് പറയത്തില്ല, മനസ്സിലെ ഒരു എന്താണ് ചിന്തിക്കാനുള്ള ഒരു ശേഷി നൽകുന്നുണ്ട്. അന്തർദൃഷ്ടി ദി, അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നൽകിയിട്ടുണ്ട് ഈ യാത്രകളും ഒക്കെ. मेरे मन में भारत की जो तस्वीर थी उसमें धीरे धीरे सच्चाई का बोध करने लगा. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭാരതത്തിനെ പറ്റിയ ഒരു ചിത്രമുണ്ടായിരുന്നു. അപ്പോൾ ആ ചിത്രം ധീരെ ധീരെ സച്ചായി കാ ബോധ് ഘർ കർണേ ലഗി. അപ്പോൾ ഈ ചിത്രമൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ആ ചിത്രമെല്ലാം ശരിയായിരുന്നു. അതിൻ്റെ എന്താണ് ആ സത്യം ഞാൻ പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. मेरे पूर्वजों की भूमि में ऐसे जीते जागते लोग आबाद हो गए जो हंसते रोते थे. എൻ്റെ പൂർവികരിൽ മേരെ പൂർവജോ കി ഭൂമി മേ, എൻ്റെ പൂർവികരുടെ ഈ ഭൂമിയിൽ ऐसे जीते जागते എന്തോ ജീവനുള്ള പോലത്തെ എന്താണ് ആബാദ് ഹോ ഗയേ ജോ ഹസ്തേ റോത്തേ ഥേ. അതായത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓരോ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഈ ഭൂമിയിൽ ഈ ഭാരതത്തിൽ ജനിച്ച ഓരോ ക്യാരക്ടേഴ്സ് മഹാനായ ആളുകൾ ഇങ്ങനെ വരികയാണ് മനസ്സിൽ. ഹസ്തേ റോത്തേ ഥേ, പ്യാർ കർത്തേ ഥേ ഓർ പീഡാ ഭോഗ്തേ ഥേ. അവരെ എങ്ങനെയൊക്കെയോ ജീവിച്ചു, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വരികയാണ്. ഇൻഹി മേ ऐसे लोग भी थे जिन्हें जिंदगी की जानकारी और समझ थी. ഈ ആളുകളിൽ അവർക്ക് എന്താണ് ജീവിതത്തെപ്പറ്റി ഉൾക്കാഴ്ച, ജീവിതത്തെപ്പറ്റിയുള്ള ആ അറിവുള്ള ആളുകളും ഉണ്ടായിരുന്നു, നല്ല അറിവുള്ള ആളുകളും ഇതിലുണ്ടായിരുന്നു. ഇസ് അതീത് കെ സൈക്കടോം സജീവ് ചിത്ര മേരെ മൻ മേ ഭരേ ഥേ. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഓരോരുത്തരുടെ രൂപങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ വരികയായിരുന്നു. जब भी किसी जगह जाता था उस विशेष स्थान से संबंध चित्र तत्काल मेरे सामने आ खड़ा होता था. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം എവിടെയൊക്കെ പോകുന്നോ ആ സ്ഥലത്തിൻ്റെ പറ്റിയുള്ള ആ ഒരു ചിത്രം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. സാമനെ ആ ഖടാവത്ത. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ആ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും, പതിയും. बनारस के पास सारनाथ में मैंने बुद्ध को उनका पहला उपदेश देते हुए लगभग साफ देखा. അപ്പോൾ ബനാറസിലെ സാരനാഥിൽ അദ്ദേഹം പോയപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ബുദ്ധൻ
ഇങ്ങനെ സ്പീച്ച് നൽകുന്നത് പോലെ അദ്ദേഹത്തിന് ഉപദേശം നൽകുന്നത് പോലത്തെ ഉപദേശം നൽകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. സാഫ് ദേക്ക, അദ്ദേഹത്തിന് കാണുന്നുണ്ടായിരുന്നു ബുദ്ധൻ ഉപദേശിക്കുന്നതായിട്ട്. 2500 वर्ष का फासला तय करके उनके कुछ अभिलिखित शब्द जैसे दूर से आती प्रतिध्वनि की तरह मुझे सुनाई पड़े. അപ്പോൾ ഏകദേശം 2500 വർഷം പഴക്കം ചെന്ന, അത്രയും വർഷം കടന്നാണ് ഈ അഭിലിഖിത് ശബ്ദ, അദ്ദേഹത്തിൻ്റെ ബുദ്ധൻ്റെ ആ ലിഖിത് ശബ്ദം എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഉപദേശം അദ്ദേഹത്തിന് ഇപ്പോഴും എത്ര വർഷം പണ്ട് നടന്ന കാര്യമാണെങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ഇങ്ങനെ എക്കോ അടിക്കുന്നത് പോലെ, അതായത് ഗൂഞ്ച് റാഹ ഹെ എന്ന് പറയത്തില്ല, പ്രതിധ്വനി, അതിൻ്റെ പ്രതിധ്വനി ഇപ്പോഴും അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. अशोक के पाषाण स्तंभ जैसे अपने शिलालेखों के माध्यम से मुझे एक ऐसे आदमी के बारे में बताते थे जो खुद एक सम्राट होकर भी किसी अन्य राजा और सम्राट से महान था. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അശോക് സാമ്രാട്ടിനെ പറ്റിയാണ്. അശോക് സാമ്രാട്ട് അദ്ദേഹത്തിൻ്റെ പാഷാൺ സ്തംഭ്, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പാഷാൺ സ്തംഭ്, അതായത് ശിലാലേഖങ്ങൾ ഉണ്ടാവും, ഈ പാറകളിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അതിൽ അഭിലിഖിത് ഹെ, അതായത് അതിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കുറേ കാര്യങ്ങൾ, അതും അശോകനെ പറ്റി, അശോക് സാമ്രാട്ടിനെ പറ്റി. അദ്ദേഹം ജോ ഖുദ് എക് സാമ്രാട്ട് ഹോക്കർ ബി കിസി അന്യ രാജ ഓർ സാമ്രാട്ട് സെ മഹാൻ ഥ, അദ്ദേഹം സ്വയം സാമ്രാട്ടുമാണ്, അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മറ്റ് രാജാക്കന്മാരും മറ്റ് സാമ്രാട്ടന്മാരെക്കാരും അദ്ദേഹം മഹാനാണ് എന്നാണ് പറയുന്നത്. ആ ശിലാലേഖങ്ങളിലൂടെ അതെല്ലാം ക്ലിയർ ആകുന്നുണ്ട്, അശോക് സാമ്രാട്ട് എത്ര മഹാനാണ് എന്ന കാര്യം. फतेहपुर सिकरी में अपने साम्राज्य को भुलाकर बैठा अकबर विभिन्न मतों के विद्वानों से संवाद और वाद विवाद कर रहा था. वह जिज्ञासु भाव से मनुष्य की शाश्वत समस्याओं का हल तलाश कर रहा था. ഇനി അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അക്ബർ ചക്രവർത്തിയെ പറ്റിയാണ്. അക്ബർ ചക്രവർത്തി ഇങ്ങനെ ഫത്തേപൂർ സിക്രിമേ അപ്നെ സാമ്രാജ്യ കോ ഭുലാക്കർ ബൈഠ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഫത്തേപൂർ സിക്രി എന്ന സാമ്രാജ്യത്തെ അദ്ദേഹം മറന്നിട്ട് മറ്റ് മതവിദ്വാൻമാരോടൊക്കെ അവരുമായിട്ട് കോൺവെർസേഷനും പിന്നെ വിതർക്കങ്ങളും എല്ലാം ഇങ്ങനെ ചെയ്ത് മതങ്ങളെപ്പറ്റിയുമോ എല്ലാ കാര്യങ്ങളെയും പറ്റിയും പഠിക്കുകയാണ് അദ്ദേഹം. മറ്റുള്ളവരിൽ നിന്നും അറിവ് നേടാൻ ശ്രമിക്കുകയാണ് അക്ബർ ചക്രവർത്തി. वह जिज्ञासु भाव से मनुष्य की शाश्वत समस्याओं का ഹൽ തലാഷ് കർ റഹാ ഥ. അദ്ദേഹം വളരെയധികം ക്യൂരിയസ് ആയിട്ട്, അത് മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ നിത്യജീവിതത്തിൽ അവരനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അത് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുന്നത്. ആ മറ്റുള്ളവരുമായിട്ട് സംവാദം നടത്തി അദ്ദേഹം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുന്നത്. इस तरह भारत के इतिहास की लंबी झांकी अपने उतार चढ़ावों के और विजय पराजयों के साथ जैसे धीरे धीरे मेरे सामने खुलती जा रही थी. मुझे इतिहास के 5000 वर्षों से चली आ रही इस सांस्कृतिक परंपरा की निरंतरता में कुछ विलक्षणता प्रतीत होती है. यह परंपरा जो दूर दूर तक जनता में फैली थी और जिसने उस पर गहरा प्रभाव डाला था. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓരോ കാര്യങ്ങളും വരികയാണ്, ഓരോ ചിത്രങ്ങളിങ്ങനെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഭാരതത്തിൻ്റെ ആ ഇതിഹാസത്തിൻ്റെ ലംബി ഝാങ്കി, ഒരു വലിയൊരു എത്തിനോട്ടമാണ് അതിൽ അദ്ദേഹം ചെയ്യുന്നത്. ഇതിഹാസമാണെങ്കിലോ അപ്നെ ഉത്താർ ചടാവും കെ ഓർ വിജയ് പരാജയവും കെ സാത്ത്, ഉത്താർ ചടാവ് ഉയർച്ചയും താഴ്ചയും വിജയവും പരാജയവും എല്ലാം കൊണ്ട് അതെല്ലാം എൻ്റെ ഇങ്ങനെ മുമ്പിലിങ്ങനെ ഓരോ ചിത്രങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാരതത്തിൻ്റെ ഇതിഹാസത്തിൽ ഞാൻ അതിൽ എത്തി നോക്കിയപ്പോൾ ഈ ഓരോ ചിത്രങ്ങളും മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മുझे इतिहास के 5000 वर्षों से चली आ रही इस सांस्कृतिक परंपरा की निरंतरता में
कुछ विलक्षणता प्रतीत होती है. അപ്പോൾ ഈ ഇതിഹാസത്തിൻ്റെ ഈ 5000 വർഷങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരമ്പര, സാംസ്കൃതിക് പരമ്പര, സംസ്കൃതിയുടെ ആ പരമ്പര, സംസ്കാരത്തിൻ്റെ ആ പരമ്പര, ആ ഹെറിറ്റേജ് നിരന്തരതാമേ കുച്ച് വിലക്ഷണത പ്രതീത, ആ നിരന്തരമായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു വിഘ്നവും വരുന്നില്ല, ഒരു തടസ്സങ്ങളും വരാതെ അത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ മഹത്വം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. यह परंपरा जो दूर दूर तक जनता में फैली थी और जिसने उस पर गहरा प्रभाव डाला था. ഈ പരമ്പരയാണെങ്കിൽ അതും ദൂർ തക്ക്, അതായത് വളരെ ദൂരത്തുള്ള ആളുകളിൽ പോലും ഈ പരമ്പര, അതായത് സാംസ്കൃതിക് പരമ്പര എന്ന് പറയുന്നത്, അത് അവരുടെ ഉള്ളിൽ അത്ര ഡീപ്പ് റൂട്ടഡ്, അതായത് നല്ല ഇമ്പാക്റ്റാണ് അത് കൊടുത്തത്. ഗഹ്റാ പ്രഭാവ് ഡാലത, ആഴത്തിലാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടായത്. അതായത് ഇപ്പോഴും അത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ അത് കണ്ടിന്യൂ ആവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്